നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 427 427. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 27-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം: മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിനാഭിനന്ദതി ലോകോ അയം ത്വാം അഭദ്രാം അസമ്മതാം. ഇതിന് വാക്കാർത്ഥം പറയണത്: ആത്മാവിനെ ഏകാഗ്രമായി നിർത്തിയ എന്നാൽ നിന്റെ ഭർത്താവ് വിചാരിക്കപ്പെട്ടു, അമംഗളയും അസമ്മതയുമായ നിന്നെ ഈ ലോകം അഭിനന്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ആണായാലും പെണ്ണായാലും അമംഗളമായതിനെയും അതേമാതിരി അസമ്മതമായതിനെയും ധർമ്മം പരിരക്ഷിക്കണില്ല. ധർമ്മം പരിരക്ഷിക്കാത്തതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? യവനേശ്വരൻ പറഞ്ഞതിനെ 3 ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ നിൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ഒരുവനും നിന്നെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവനായിരിക്കയില്ല. ആരേനെ? ജരേനെ. കാരണം നീ എല്ലാ പേർക്കും അനിഷ്ടം ജനിപ്പിക്കുന്നവളായതിനാൽ നിന്നെ ആരും സ്വീകരിക്കുകയില്ല. അപ്പം നമ്മൾ വാക്കിനാണെങ്കിലും മനസ്സിനാണെങ്കിലും കർമ്മത്തിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ജര ബാധിക്കരുത്. തോല് ഒട്ടിയാലും മനസ്സ് ജാഗ്രതാവസ്ഥയിൽ പുഷ്ടിയോടുകൂടിയിരിക്കണം. യാദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമ. വാതിൽ എത്ര ബലമുള്ളതാണെങ്കിലും ചതൽ വന്ന കേടുവരും അല്ലേ? അപ്പോൾ അതിനാണ് ട്രീറ്റ്മെൻറ്റ്. മരത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ചതൽ വരാതെ കണ്ടിരിക്കാൻ. അപ്പോൾ ഈ ചതലാണ് നര എന്ന് പറഞ്ഞത്. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഔചിത്യമില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കരുത് എന്നുള്ളൊരു വാണിംഗ് കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മൾ എന്തുകൊണ്ട് അത് സ്വീകരിക്കണില്ല? അതുകൊണ്ടാണ് അഹിംസ പരമോ ധർമ്മ, ഒരു ജീവനുള്ള ജീവിയെ കൊന്ന് തിന്നരുത് എന്നൊക്കെ പറയും. ഇനി നമ്മൾക്ക് എന്തായാലും അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 29. ത്വം അവ്യക്തഗതിർ ഭുക്ഷ്വാലോകം കർമ്മ വിനിർമ്മിതം യാഹി മേ പൃഥിരായുക്ത പ്രജാനാശം പ്രണേഷ്യസി. പ്രജാനാശം സംഭവിക്കുന്ന ജരേനെ മാറ്റി നിർത്തണം. അത് വാക്കിലും പ്രവൃത്തിയിലൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സൈന്യത്തോടുകൂടെ ചേർന്നവളും അസ്പഷ്ടമായ സഞ്ചാരത്തോടുകൂടിയവളുമായിട്ട് നീ പോയാലും കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടതായ ലോകത്തെ ഭുജിച്ചാലും പ്രജകളുടെ നാശത്തെ നീ വരുത്തും, ഉറപ്പാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയുന്നത്: അതുകൊണ്ട് നീ എൻ്റെ സൈന്യയുക്തയായിട്ട് പ്രാരബ്ധ കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അതായത് പ്രാരബ്ധത്താൽ, അതായത് ഭൗതികതയാണെന്ന് അർത്ഥം വരും. പ്രാരബ്ധം ഇല്ലെങ്കിൽ നേരെ മോക്ഷ കിട്ടുക. അതുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. നീ ഏത് ദിക്കിൽ നിന്ന് ഏത് വിധം വന്നവളാണെന്ന് ആരും അറിയാത്ത വിധത്തിൽ അവരുടെ ശരീരത്തിൽ ചേർന്ന് കൊള്ളുക. വരം കൊടുക്കുകയാണ് അല്ലേ?
അങ്ങനെ പ്രജകളെ നശിപ്പിക്കുന്നത് തന്നെ നിൻ്റെ പ്രവൃത്തിയായിരിക്കും, പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നിൻ്റെ ഭർത്താക്കന്മാർ എന്ന നിലയുമായി. ജരയുടെ ഭർത്താക്കന്മാരാണ് ശരീരങ്ങൾ. അപ്പോൾ അതിനെ ആത്മാവായിട്ട് ധരിക്കുന്നത് എന്താ? ബുദ്ധിമോശമാണ്. ഇനി ഈ 27-ാം അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകം പറയണു, പ്രജ്വാരോ അയം മമ ഭ്രാതാത്വം നചമേ ഭഗിനി ഭവ ചരാമ്യുഭാര്യാം ലോകേ അസ്മിൻ അവ്യക്തോ ഭീമസൈനികാം. അതായത് ഈ പ്രജ്വാരൻ എൻ്റെ സഹോദരൻ, ജരയുടെ സഹോദരനാണ് പ്രജ്വാരൻ. അതായത് പനി, ജ്വരം, വിശേഷപ്പെട്ട ജ്വരം. നീയും എൻ്റെ സഹോദരിയായി ഭവിക്കുക. പേരോടും കൂടെ ഭയങ്കര സൈന്യമുള്ള അസ്പഷ്ടനായിട്ട്, ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഈ ലോകത്തിൽ ഞാൻ സഞ്ചരിക്കാം എന്ന് വാക്ക് കൊടുത്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. പ്രജ്വാരൻ എന്നു പേരുള്ള എൻ്റെ സഹോദരനാകുന്നു, നീ എൻ്റെ സഹോദരിയായിട്ടും ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരോടും എൻ്റെ ഭയങ്കര സൈന്യത്തോടും കൂടെ ഞാനും ഈ ലോകത്തിൽ ആരും അറിയാത്ത വിധത്തിൽ സഞ്ചരിച്ചു കൊള്ളാം. അല്ലേ? സൂക്കട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലോകത്തിൽ ആരും അറിയാത്ത വിധത്തിൽ സഞ്ചരിച്ചു കൊള്ളാം. ലോകനാശം എനിക്ക് ഇഷ്ടമാണ്. ലോകരെ നശിപ്പിക്കലാണ് എൻ്റെ ജോലി. അതിനായി സഞ്ചരിക്കുന്ന നീയും ഒന്നായി ചേർന്നാൽ പ്രയാസം കൂടാതെ നമ്മൾ രണ്ടുപേരുടെ കാര്യവും സാധിക്കും. പ്രജ്വാരം എന്ന് വൈഷ്ണവജ്വരത്തിന് കൽപ്പിച്ച സംജ്ഞയാകുന്നു. അപ്പോൾ ഇവിടെ ആരാണ് പരിപാലന കർത്താവ്? മഹാവിഷ്ണു. ഈ പ്രജ്വാര ആരാ? വിഷ്ണുജ്വരം. വിഷ്ണുജ്വരം വന്നാൽ പോയി. അപ്പോൾ ഇതാണ് ബാണയുദ്ധത്തിലും പറയണത്. വൈഷ്ണവജ്വരവും ശിവജ്വരവും കൂടിയിട്ടുള്ള ഫൈറ്റാണ് അവിടെ. അപ്പോൾ ഇവിടെ ആരാണ് വിഷ്ണു ഭക്തന്മാരാവണത്, വൈഷ്ണവ തേജസ്സിൽ സന്തുഷ്ടമായിട്ടുള്ള ജീവിത സന്ധാനം ചെയ്യണത്, അവർക്ക് ഈ ജ്വരമില്ല. അവർ നേരെ എവിടേക്കാണ് പോണത്? വൈകുണ്ഠത്തിലെത്തുകയാണ് ചെയ്യണത്. ഈ കഥാഗോളങ്ങളിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോപാഖ്യാനേ വിനിശ്യാദവസ്ഥാ നിരൂപണം നാമ സപ്തവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാം അധ്യായം. നാരദ ഉവാച. സൈനികാ ഭയനാംനോ യേ ബർഹിഷ്മൻ ദിഷ്ടകാരിണ പ്രജ്വാരകാലകന്യാഭ്യാം വിജേരു അവനീം ഇമാം. ഹേ പ്രാചീന ബർഹിസേ, ഭയം എന്നു പേരായ രാജാവിൻ്റെ ആജ്ഞയെ നടത്തുന്ന യാതൊരു സേനാനികൾ പ്രജ്വാരനോടും കാലകന്യയോടും കൂടെ ഈ ഭൂമിയെ വിചരിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. നാരദൻ പറഞ്ഞു. നാരദ ഉവാച എന്നാണ്. അല്ലയോ പ്രാചീന ബർഹിസ് എന്ന് പ്രസിദ്ധനായ രാജാവേ, രാജാക്കന്മാരുടെ ആജ്ഞാശക്തി അങ്ങയ്ക്കറിയാമല്ലോ. ഭയം എന്നു പേരായ ആ യവന രാജാവിൻ്റെ കൽപ്പനയെ നടത്തുന്ന സേനാനികൾ രാജസഹോദരനായ പ്രജ്വാരനോടും കാലപുത്രിയായ ദുർഭഗയോടും കൂടെ ഈ ലോകത്തിൽ എങ്ങും സഞ്ചരിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ശ്ലോകം. ത ഏകദാതുരവസാ പുരഞ്ജനപുരീം നൃപ രുരുധുർഭൗമഭോഗാഢ്യാം ജരൽപന്നകപാലിതാം. ഹേ രാജൻ, ഒരിക്കൽ അവർ ക്ഷീണിച്ച സർപ്പത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്നതും ഭൂമിയിലുള്ള സുഖസാധനങ്ങൾ ശ്രേഷ്ഠവുമായിരിക്കുന്ന പുരഞ്ജന രാജധാനിയെ
ബലാത്കാരേണ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. അല്ലയോ രാജൻ, ഇങ്ങനെ സർവത്ര സഞ്ചരിക്കുന്ന 86, 87, 88, 89 അതെ, ഇങ്ങനെ സർവത്ര സഞ്ചരിക്കുന്ന അവർ ഒരു നാൾ പുരഞ്ജനന്റെ രാജധാനിയെ പെട്ടെന്ന് ആക്രമിച്ചു. മനുഷ്യ ലോകത്തിന് ഭവിപ്പാനുള്ള സുഖസാധനങ്ങൾ രാജധാനിയിൽ വേണ്ടതുപോലെ ഉള്ളതിനാൽ ശത്രുക്കൾക്ക് അതിൽ താല്പര്യമുണ്ട്. അതായത് ഈ ശരീരത്തിൽ വാതം, പിത്തം, കഫം ഒരു അസറ്റാണ് ഇത് കൊണ്ടു നടത്താൻ. പക്ഷേ ഇവയുടെ ക്ഷയിച്ചാൽ എന്തായി? ശരീരം നശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രാജാവിൻ്റെ ശരീരമാകുന്ന രാജാവിനെ ആക്രമിക്കാൻ ഇവരെ പ്രജ്വരനും ഈ കാലകന്യയും കൂടി വന്നോട് കൂടിയിട്ട് എന്തായി? അവർക്ക് നല്ല ആഹാരമായി. അതായത് ട്രീറ്റ് ടു എന്താണെന്നാ പറയുക, പിന്നെ ആക്രമിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ അസറ്റിനെ ആക്രമിക്കുകയാണ് അവർ, ലൂട്ട് ചെയ്യുകയാണ്, അങ്ങനെ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ പാലകനായ പന്നകമാകട്ടെ, അതായത് ഈ പ്രാണൻ 100 സംവത്സരകാലമായിട്ട് ഗന്ധർവ രാജാവിൻ്റെ സൈന്യങ്ങളോട് നേരിട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ബലഹീനനുമായിരിക്കുന്നു. പിന്നെ പ്രാണന് ശക്തി കമ്മിയായി അവിടെ. അതുകൊണ്ട് യവനേശ്വര സൈന്യങ്ങൾക്ക് പ്രയാസം കൂടാതെ ആക്രമിക്കുവാൻ സാധിച്ചു. വാർദ്ധക്യം ബാധിച്ചു, പ്രാണബലം കുറഞ്ഞു, മരണം അടുത്തു എന്ന് സാരം. ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാതെ കണ്ടുപോയാൽ ആർക്കാ ദോഷം? അവരവർക്കാണ് ദോഷം, അല്ലേ? 3-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. കാലകന്യാ വിഭുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂത പുരുഷ സദ്യോ നിസ്സാരതാമ്യാത്. കാലകന്യകയും പുരഞ്ജനപുരത്തെ ബലാത്കാരത്താൽ ഭുജിച്ചു. യാതൊരുവളാൽ ആക്രമിക്കപ്പെട്ട പുരുഷൻ നിസ്സാരതാം ഉടനെ നിസ്സാരതയെ പ്രാപിച്ചു എന്ന് പറയുന്നു. കാലകന്യകയും പുരഞ്ജനന്റെ രാജധാനിയിൽ ബലാത്കാരേണ കടന്ന് യഥേഷ്ടം സുഖം അനുഭവിക്കുന്നുണ്ട്. അവളുടെ പ്രവേശം ഏതൊരുവനിൽ ഉണ്ടാകുന്നുവോ ആ പുരുഷൻ അപ്പോൾ തന്നെ നിസ്സാരൻ എന്ന നിലയിൽ ആകും. എന്നിട്ട് പറയുന്നു, ജരാപ്രവേശത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് പറയണ്ടായി. ശ്ലോകം 4. തയോപഭുജ്യമാനാം വൈയവനാം സർവതോ ദിശം ദ്വാർഭി പ്രവിശ്യ സുഭൃശം പ്രാർത്ഥയൻ സകലാം പുരീം. അവളാൽ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലയായ പുരിയെ, അതായത് ഈ ശരീരത്തെ മുഴുവൻ യവനന്മാർ മാർഗങ്ങളിൽ കൂടെ എല്ലാ ഭാഗത്തും പ്രവേശിച്ചിട്ട് ഏറ്റവും ധ്വംസനം ചെയ്തു. അതായത് ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി. അതിൻ്റെ ഭാവാർത്ഥം, കാലകന്യകയാൽ യഥേഷ്ടം അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പുരിയിലുള്ള ദ്വാരങ്ങളിൽ കൂടെ കണ്ണ്, മൂക്ക്, ചെവി, നാസാരന്ധ്രങ്ങൾ, വായ, ഉപസ്ഥം, ഗുദം, അങ്ങനെ അപ്പോൾ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പുരിയിലുള്ള ദ്വാരങ്ങളിൽ കൂടെ എല്ലാ ഭാഗത്തും കടന്നുകൂടിയ യവനന്മാർ ആ പുരിയെ വല്ലാതെ കൊള്ള ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതാണ് കാവ്യഭംഗി. ജരയുടെ ആധിക്യത്താൽ നേത്രാദികളായ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടി ആന്ധ്യം, ബാധിര്യം, അന്ധത, ചെവിടുകേക്കായ്മ മുതലായ രോഗങ്ങൾ ബാധിക്കുമ്പോൾ ശരീരം പരവശമായി തീരുന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുമായി. ഇനി 5-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തസ്യാം പ്രഭീഡ്യമാനായാം അഭിമാനി പുരഞ്ജന അവാപോരുവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുല. ആ പുരി ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന സമയത്തിൽ കുടുംബം ഉള്ളവനും മമതയാൽ ദുഃഖിതനും. മമത ശരീരത്തിനാണെങ്കിലും ശരി, ശരീരത്തിൽ നമുക്കാണെങ്കിലും ശരി നാശമാണ്. അപ്പോൾ മമതയാൽ ദുഃഖിതനും അഭിമാനമുള്ളവനുമായ പുരഞ്ജനൻ
ബഹുപ്രകാര താപങ്ങളെ പ്രാപിച്ചു എന്ന് പറയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഇപ്രകാരം ശത്രുക്കൾ രാജധാനിയെ ആക്രമിച്ചിരിക്കുമ്പോൾ അതിൽ അഭിമാനിച്ചിരിക്കുന്ന പുരഞ്ജനൻ കുടുംബിയും അവരിൽ മമതയുള്ളവനുമായതുകൊണ്ട് അനേക തരത്തിലുള്ള സന്താപങ്ങളെ പ്രാപിച്ചു. അത് രാജാവിനും പുൽക്കസനും ഒരേപോലെയാണെന്ന് പറയുന്നു. ആയില്ല, കുറച്ചുകൂടി ഉണ്ട്. ജര ബാധിക്കുന്ന സമയത്തിൽ ദുഃഖമുണ്ടാകുന്നത് ശരീരത്തിൽ ആത്മാഭിമാനം നിമിത്തമാകുന്നു. ആത്മാവിൽ ആണെങ്കിൽ ഈ പ്രശ്നമില്ല, ശരീരത്തിലാവുക കാരണം പ്രശ്നമായത്. ഇന്ദ്രിയങ്ങളാകുന്ന കുടുംബത്തിലും ശബ്ദാദി വിഷയങ്ങളിലും മമതയുള്ളത് കൊണ്ട് മരണത്തിൽ ഭയമുണ്ടാകുന്നത്. അതിനാൽ അഹന്താമമതകളെ അകറ്റണമെന്ന് ഗൂഢാർത്ഥം പറയുണ്ടായി. ഇനി 6, 7, 8 ശ്ലോകങ്ങളൊപ്പം ചെല്ലും അർത്ഥം പറയേണ്ട സാഹചര്യത്തിന്. അതെന്തൊക്കെയാ? കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകാ നഷ്ടപ്രജ്ഞോ ഹുതൈശ്വര്യോ ഗന്ധർവയവനേർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദ്യതയാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാൻ ച ഗതസൗഹൃദാം ആത്മാനം കന്യയാ ഗ്രസ്തം പാഞ്ചാലാനരിദൂഷിതാൻ ദുരന്തചിന്തമാപന്നോ നലേഭേ തത്പ്രിയ പ്രതിക്രിയാം. ഈ ശ്ലോകങ്ങൾക്ക് എന്താ അർത്ഥം, വാക്കാർത്ഥം പറയാൻ ചോദിക്കുകയാണെങ്കിൽ, കന്യകയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനും, കാലകന്യയാൽ ആലിംഗനം ചെയ്യപ്പെട്ടു. ആരേനെ? ശരീരത്തിനെ. നശിച്ചിരിക്കുന്ന ശോഭയോടുകൂടിയവനും വിവേകഹീനനും വിഷയങ്ങളിൽ മനസ്സിരുത്തിയവനും ബുദ്ധിഹീനനും ഗന്ധർവ യവനന്മാരാൽ ബലാത്കാരേണ അപഹരിക്കപ്പെട്ട ഐശ്വര്യത്തോടുകൂടിയവനുമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന സ്വരാജധാനിയെയും വിരോധികളും ആദരവില്ലാത്തവരുമായ പുത്രന്മാരെയും പൗത്രന്മാർ, ഭൃത്യന്മാർ, മന്ത്രിമാർ ഇവരെയും സ്നേഹമില്ലാതെയിരിക്കുന്ന ഭാര്യയെയും കന്യകയാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിനെയും ശത്രുക്കളാൽ ദുഷിപ്പിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന പാഞ്ചാലദേശങ്ങളെയും കണ്ടിട്ട് അവസാനമില്ലാത്തതായ ചിന്തകൾക്ക് അവസാനമില്ല, അവസാനമില്ലാത്തതായ ചിന്തയെ പ്രാപിച്ചവനായിട്ട് അതിൻ്റെ പ്രതിക്രിയയെ ലഭിച്ചില്ല, അതിന് പരിഹാരമില്ല, സമയമായ പോണം. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? കാലകന്യകയുടെ സ്പർശനം ശരീരത്തിനുണ്ടായത് മുതൽ ശോഭ കുറഞ്ഞു തുടങ്ങി. വിഷയങ്ങളിൽ മനസ്സ് പതിഞ്ഞതിനാൽ അവയെ ഏതു വിധത്തിലാണ് നിലനിർത്തേണ്ടതെന്നുള്ള ചിന്ത നിമിത്തം ദീനനായി തീർന്നു. ദീനത നമ്മൾ സ്വയം വരിക്കണതാണ്. വിചാരശക്തി കുറഞ്ഞു. ഗന്ധർവ സൈന്യങ്ങളും യവനന്മാരും ബലാത്കാരേണ ഐശ്വര്യങ്ങളെ അപഹരിച്ചു. സ്വരാജധാനി പൊളിഞ്ഞു വീണു തുടങ്ങി. പുത്രന്മാർ തന്നെ വിരോധികളും ആദരവില്ലാത്തവരുമായിരിക്കുന്നു. പുത്രന്മാരുടെ പുത്രന്മാരും ഭൃത്യന്മാരും മന്ത്രികളും അരികത്തു വരുന്നത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ, കിരീടമില്ലാത്ത രാജാവിനെ ആരാ ശ്രദ്ധിക്കുക? തല പോയ തെങ്ങിനെ ആരെങ്കിലും വളടുവോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഭാര്യയ്ക്കും തന്നിൽ സ്നേഹമില്ലെന്ന് കണ്ടു തുടങ്ങി. കാലപുത്രിയുടെ പിടുത്തത്തിൽ താനും അകപ്പെട്ടിരിക്കുന്നു. പാഞ്ചാല രാജ്യങ്ങളെ ശത്രുക്കൾ ദുഷിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസ്ഥകളെയെല്ലാം കണ്ടിട്ട് അവസാനം കാണാത്തതായ പരിതാപത്തിലകപ്പെട്ട പുരഞ്ജനൻ ഇതിന് ആര് പ്രതിക്രിയ കാണാതെ തന്നെ നന്നെ വിഷമിച്ചു എന്ന് പറയുന്നു. ഇനി 9ഉം 10ഉം ശ്ലോകങ്ങളൊപ്പം പോകും. കാമാനഭിലഷൻ ദീനോ യാതയാമാംസ കന്യയാ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശലാളയൻ
ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദ്ദിതാം ഹാതും പ്രചക്രമേ രാജ താം പുരീം അനികാമതാം. അതായത് കന്യക നിമിത്തം യാമം കഴിഞ്ഞിരിക്കുന്ന കാമങ്ങളെ, യാമം സമയമായി എന്നർത്ഥം. നമ്മൾ പറയല്ലേ ജീവനില്ലാത്ത ശവം, അതേപോലെ യാമം കഴിഞ്ഞിരിക്കുന്നത് കാമങ്ങളെ ആഗ്രഹിക്കുന്നവനും ഭാര്യാപുത്രന്മാരെ ലാളിക്കുന്നവനും ദുഃഖിതനും ആത്മഗതിയും സ്നേഹവും ഇല്ലാത്തവനുമായിട്ട് ഗന്ധർവയവനന്മാരാൽ ആക്രമിക്കപ്പെട്ടതും കാലപുത്രിയാൽ ഉപമർദ്ദിക്കപ്പെട്ടതുമായ ആ രാജധാനിയെ രാജാവ് തനിക്ക് അനികാമത, സ്വന്തം മനസ്സില്ലാതെ തന്നെ എന്തു ചെയ്തു? ഉപേക്ഷിപ്പാൻ ആരംഭിച്ചു എന്നാ. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ജരബാധിച്ചതിനാൽ വിരസങ്ങളായ വിഷയങ്ങളെ, ജരബാധിച്ചവന് വിഷയങ്ങൾക്ക് വിരസതയുള്ളൂ. നേരെ മറിച്ച് ആധ്യാത്മികത്തിലുള്ള ഒരാൾക്ക് ജരബാധിച്ചാൽ ആൾക്കാർ കൊണ്ടു നടക്കാണ്ടാവും. ലൗകികത്തിൽ ദുശാഠ്യക്കാരനായിട്ട് ആയുസ്സിനെ നശിപ്പിച്ചവരുടെ ഒപ്പം ആരും വരില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ജര ബാധിച്ചതിനാൽ വിരസങ്ങളായ വിഷയങ്ങളെ തന്നെ പിന്നെയും ആഗ്രഹിക്കുകയും അനുഭവിപ്പാൻ സാധിക്കാത്തത് കൊണ്ട് വ്യസനിക്കുകയും ഇഹത്തിലും പരത്തിലും സുഖത്തിനുള്ള മാർഗങ്ങൾ ഇല്ലാതായതിനാൽ പുത്രാഭാരാദികൾക്ക് തന്നിൽ സ്നേഹമില്ലാതെയായാലും അവരെ ലാളിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ് ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ചതുകൊണ്ടും കാലപുത്രി ഉള്ളിൽ കടന്ന് തകരാറു ചെയ്തതുകൊണ്ടും ഉപയോഗിപ്പാൻ കൊള്ളാത്തതായ നിലയിൽ എത്തിയിരിക്കുന്നുവെങ്കിലും ആ രാജധാനിയെ ഉപേക്ഷിപ്പാൻ മനസ്സ് വന്നിരുന്നില്ല. എന്നാലും ഉപേക്ഷിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിട്ടുപോവാനുള്ള ഒരുക്കം തുടങ്ങി. അപ്പോഴാണ് ഈ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവുക. 11ാമത്തെ ശ്ലോകം. ഭയാനാംനോ അഗ്രജോ ഭ്രാതാ ബ്രജ്വാര പ്രത്യുപസ്ഥിത ദദാഹതാം പുരീം കൃഷ്ണാം ഭ്രാതു പ്രിയചികീർഷയാം. അതായത് ഭയം എന്നു പേരുള്ളവൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ പ്രജ്വാരൻ വന്നു ചേർന്നു. അനുജന് പ്രിയം ചെയ്യുവാനാഗ്രഹത്താൽ ആ പുരിയെ മുഴുവനും ദഹിപ്പിച്ചു. അതിൻ്റെ ഭാവാർത്ഥം മൃത്യുവിൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ പ്രജ്വാരൻ വന്നു ചേർന്നു. അനുജനായ മൃത്യുവിൻ്റെ ഇഷ്ടം പുരിയെ നശിപ്പിക്കണമെന്നാകയാൽ അതിൽ സഹായിപ്പാൻ ഒരുങ്ങി ആ പുരിയെ മുഴുവനും ദഹിപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. 12 തസ്യാം സന്ദഹ്യമാനായാം സപൗരാസപരിശ്ചത കൗടുംബിക കുടുംബിന്യ ഉപാദപ്യതസാന്വയാം. ആ പുരി ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗരന്മാരോട് കൂടിയവനും അകമ്പടിയോട് കൂടിയവനും കുടുംബത്തോടു കൂടിയവനും വംശത്തോടു കൂടിയവനുമായിട്ട് ഭാര്യയോടുകൂടെ ഉപതപിച്ചു. അടുത്തിരുന്ന് വിഷമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം ആ രാജധാനി ദഹിപ്പിക്കുന്ന അവസരത്തിൽ പട്ടണത്തിലുള്ള ജനങ്ങളോടും സ്വന്തം ഭൃത്യവർഗത്തോടും വംശത്തോടും പുത്രന്മാരോടും ഭാര്യയോടും കൂടെ കുടുംബാഭിമാനിയായ പുരഞ്ജനൻ പരിതപിച്ചു എന്ന് പറഞ്ഞു. ശരി, ഇനി അതിൽ വേറെ ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്. ത്വഗാദി ധാതുക്കൾ, ത്വക്ക മുതലായിട്ടുള്ള ധാതുക്കൾ, പൗരന്മാർ, ഇന്ദ്രിയങ്ങൾ പുത്രന്മാർ, ബുദ്ധിയാണ് ഭാര്യ, പുണ്യപാപങ്ങളാണ് വംശം, അവയോടുകൂടെ ജീവൻ തപിച്ചു. ദേഹാഭിമാനം ഇതിന്
മൂലകാരണം എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇനി 13 യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാല സംസൃഷ്ട പൂരവാലോ അനത്തപ്യതാം. കാലപുത്രിയാൽ പുരി ഗ്രസിക്കപ്പെട്ടിരിക്കുമ്പോൾ യവനന്മാരാൽ അടുക്കപ്പെട്ട വാസസ്ഥാനത്തോടുകൂടിയവനും പ്രജ്വരനാൽ പീഡിപ്പിക്കപ്പെട്ടവനുമായ പുരരക്ഷകൻ അനുതപിച്ചു. അല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. കാലപുത്രി പുരിയെ സ്വാധീനത്തിലാക്കി യവനന്മാർ വാസസ്ഥാനത്തിലുള്ള മാർഗങ്ങളെയെല്ലാം ബന്ധിച്ചു. പ്രജ്വാരൻ ഉപദ്രവിക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ രാജധാനിയെ പരിപാലിക്കുന്ന പഞ്ചാനനൻ, 5 മുകളിലവൻ, പ്രാണൻ അർത്ഥം, എന്ന സർപ്പം സന്തപിച്ചു തുടങ്ങി. പ്രാണന് നിക്കക്കള്ളില്ലാതെ ഉണ്ടായി. ജര ബാധിച്ച ദേഹത്തിൽ അവസാന കാലത്തിൽ രോഗാദികളും വന്നു ചേർന്നപ്പോൾ പ്രാണസഞ്ചാര മാർഗങ്ങൾക്ക് തടസ്സം നേരിട്ടതിനാലും ശീതജ്വരത്താൽ പീഡിതനാകയാലും പ്രാണൻ തപിച്ചു തുടങ്ങി എന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.